ഹലോ എവ്രി വൺ, വെൽക്കം ടു നാനാൻ അക്കാദമി. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു 20 GK സീരീസാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സീരീസിലെ ആദ്യത്തെ എപ്പിസോഡാണിത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. ഉത്തരം: ത്വക്ക്. രണ്ടാമത്തെ ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവമേത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവമേത്? ഉത്തരം: പീയൂഷഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ്. ഏറ്റവും ചെറിയ അവയവം പീയൂഷഗ്രന്ഥിയാണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമേത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം, ലാർജസ്റ്റ് ഇൻറ്റേർണൽ ഓർഗൻ ഏതാണ് മനുഷ്യ ശരീരത്തിലെ? ഉത്തരം: കരൾ. കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം. ഓക്കെ, നാലാമത്തെ ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ആന്തരികാവയവം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ആന്തരികാവയവം ഏതാണ്? പീയൂഷഗ്രന്ഥിയാണ്. അഞ്ചാമത്തെ ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം. ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് മനുഷ്യ ശരീരത്തിൽ? ഉത്തരം: 206. ആകെ എത്ര അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്? 206 അസ്ഥികൾ. അടുത്ത ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി? ഉത്തരം: ഫീമർ അല്ലെങ്കിൽ തുടയെല്ല്. ഫീമർ അസ്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. ഓക്കെ, ഏഴാമത്തെ ചോദ്യം: ഏറ്റവും ചെറിയ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് അസ്ഥി. ഏറ്റവും വലിയ അസ്ഥി ഫീമർ ആണ്. ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് അസ്ഥി. എട്ടാമത്തെ ചോദ്യം: അസ്ഥികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓസ്റ്റിയോളജി. ഓസ്റ്റിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. ഒമ്പതാമത്തെ ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം: 639. എത്ര പേശികളാണ് ഹ്യൂമൻ ബോഡിയിലുള്ളത്? 639. ഓക്കെ, പത്താമത്തെ ചോദ്യം: ഏറ്റവും വലിയ പേശി. ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഏറ്റവും വലിയ പേശി ഏതാണ് മനുഷ്യ ശരീരത്തിലെ? ഗ്ലൂട്ടിയസ് മാക്സിമസ്.
ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് ഏറ്റവും വലിയ പേശി. പതിനൊന്നാമത്തെ ചോദ്യം, ഏറ്റവും ചെറിയ പേശി ഏതാണ്? ഏറ്റവും ചെറിയ പേശി സ്റ്റെപ്പിഡിയസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ഏതാണ്? സ്റ്റെപ്പിഡിയസ്. ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഓക്കെ. 12ാമത്തെ ചോദ്യം, ഏറ്റവും നീളമേറിയ പേശി ഏതാണ്? ഏറ്റവും നീളമേറിയ പേശി സർട്ടോറിയസ് പേശി. ഏറ്റവും നീളമേറിയ പേശി ഏതാണ്? സർട്ടോറിയസ്. സർട്ടോറിയസ് പേശിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ പേശി. ഏറ്റവും ചെറിയ പേശി ഏതാണ്? സ്റ്റെപ്പിഡിയസ്. ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ്. പതിമൂന്നാമത്തെ ചോദ്യം, പേശികളെക്കുറിച്ചുള്ള പഠനം. പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മയോളജി. മയോളജി എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള പഠനമാണ്. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. ഓക്കെ. 14ാമത്തെ ചോദ്യം, മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഫ്രീനോളജി. എന്താണ് ഫ്രീനോളജി? മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രീനോളജി എന്നറിയപ്പെടുന്നത്. പേശികളെക്കുറിച്ചുള്ള പഠനം എന്താണ്? മയോളജി. ഓക്കെ. 15ാമത്തെ ചോദ്യം, പെറ്റ് പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി സ്കാൻ ഏത് ശരീരഭാഗത്തിൻ്റെ പഠനത്തിനാണ് ഉപയോഗിക്കുന്നത്? പെറ്റ് സ്കാൻ ഏത് ശരീരഭാഗത്തിൻ്റെ പഠനത്തിനാണ് ഉപയോഗിക്കുന്നത്? എന്താണ് പെറ്റ് സ്കാൻ? പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. ആ സ്കാൻ ഏത് ശരീരഭാഗത്തിൻ്റെ പഠനത്തിനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം മസ്തിഷ്കം, ഹൃദയം, ക്യാൻസറിനെ തിരിച്ചറിയാനും. എന്തിനാണ് പെറ്റ് സ്കാൻ യൂസ് ചെയ്യുന്നത്? മസ്തിഷ്കം സംബന്ധിച്ച അസുഖങ്ങളെ തിരിച്ചറിയാൻ, ഹാർട്ട് ഡിസീസ് തിരിച്ചറിയാൻ, ക്യാൻസറിനെ ഡയഗ്നോസ് ചെയ്യാൻ, കണ്ടീഷൻസ് മോണിറ്റർ ചെയ്യാൻ, ഇതിനൊക്കെയാണ് പെറ്റ് സ്കാൻ യൂസ് ചെയ്യുന്നത്. എന്താണ് പെറ്റ് സ്കാൻ ഫുൾ ഫോം? പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. ഏത് ശരീരഭാഗത്തിൻ്റെ പഠനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്? മസ്തിഷ്കം, ബ്രെയിൻ ഡിസോർഡേഴ്സ് തിരിച്ചറിയാൻ, ഹാർട്ട് ഡിസീസ് അറിയാൻ, ക്യാൻസറിനെ ഡയഗ്നോസ് ചെയ്യാൻ, ഹെൽത്ത് കണ്ടീഷൻസ് മോണിറ്റർ ചെയ്യാനൊക്കെയാണ് പെറ്റ് സ്കാൻ അല്ലെങ്കിൽ പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി യൂസ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ഏത് അവയവത്തിൻ്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത്? ഏത് അവയവത്തിൻ്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത്? ഉത്തരം മസ്തിഷ്കം. ഏത് അവയവത്തിൻ്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത്? ഉത്തരം മസ്തിഷ്കം. പതിനേഴാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്താണ് ഹിപ്പോ ക്യാമ്പസ് കാണപ്പെടുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്താണ് ഹിപ്പോ ക്യാമ്പസ് കാണപ്പെടുന്നത്? ഉത്തരം മസ്തിഷ്കം. ഹിപ്പോ ക്യാമ്പസ് കാണപ്പെടുന്നത് എവിടെയാണ്? മസ്തിഷ്കം. പതിനെട്ടാമത്തെ ചോദ്യം, മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെ? മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. ഇതൊക്കെയാണ് മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ഓക്കെ. 19ാമത്തെ ചോദ്യം, മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം. സെറിബ്രമാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. ഏതാണ്? സെറിബ്രം. ഓക്കെ. 20ാമത്തെ ചോദ്യം,
സെറിബ്രത്തിൻ്റെ 2 അർദ്ധഗോളങ്ങളെ ബന്ധിപ്പിക്കുന്ന നാഡികല. സെറിബ്രത്തിൻ്റെ 2 അർദ്ധഗോളങ്ങളെ ബന്ധിപ്പിക്കുന്ന നാഡികല കോർപ്പസ് കലോസം. സെറിബ്രത്തിൻ്റെ 2 അർദ്ധഗോളങ്ങളെ ബന്ധിപ്പിക്കുന്ന നാഡികല ഏതാണ്? കോർപ്പസ് കലോസം. ഓക്കെ, 20 ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിവൈസ് ചെയ്യുക. താങ്ക് യു.